വസുദേവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്രവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്തുള്ള കണ്ടല്ലൂരിൽ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര തിരുമുറ്റത്താണ്. ഇതാണ് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിൻ്റെ മുൻഭാഗത്തായി വലിയൊരു ആനക്കൊട്ടിൽ ഉണ്ട്. ആനക്കൊട്ടിലെ ഓരോ തൂണുകളിലും വളരെ മനോഹരമായ ശില്പങ്ങൾ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കൊടിമരം. 90 അടിയോളം ഉയരമുള്ള ഈ കൊടിമരം തേക്കിൽ നിർമ്മിച്ച് ചെമ്പിൽ പൊതിഞ്ഞതാണ്. കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ചുറ്റുവിളക്കുകളാൽ മനോഹരമായ ചുറ്റമ്പലമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. കായംകുളം രാജാവ് തൻ്റെ രാജധാനിക്ക് സമീപം ഒരു ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പണിയുവാൻ ആഗ്രഹിച്ചു. ഇതിനായി അദ്ദേഹം ഐക്യ ജംഗ്ഷന് സമീപം മനോഹരമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇവിടെയാണ് ഭക്തർക്ക് നാളികേരം ഉടയ്ക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ രാജാവിൻ്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം നാട്ടുകാരെ അഭിസംബോധന ചെയ്ത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനിടെ ബ്രാഹ്മണനായ ഒരു ഭക്തന് സമീപത്തെ പുഴക്കരയിൽ നിന്നും കുറച്ച് വിഗ്രഹങ്ങൾ ലഭിച്ചു. പുല്ലുകൾ നിറങ്ങിയ കുളത്തിൻ്റെ കരയിൽ നിന്ന് ലഭിച്ച വിഗ്രഹങ്ങളായതുകൊണ്ട് ഈ സ്ഥലത്തിന് പുല്ലുകുളങ്ങര എന്ന പേര് ലഭിച്ചു. കായംകുളം രാജാവ് ഈ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ താൻ കണ്ട സ്വപ്നവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഉടനെ പുല്ലുകുളങ്ങരയിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഉത്ര നക്ഷത്രത്തിൽ പ്രതിഷ്ഠയും നടത്തി. ഇതാണ് യക്ഷിയമ്മയെ ആരാധിക്കുന്ന ആരാധനാലയം. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. ഞാൻ പറയാൻ പോകുന്ന ഐതിഹ്യവും ഇതിനു മുമ്പ് പറഞ്ഞ ഐതിഹ്യവും ഏകദേശം ഒരേ സമയം തന്നെയാണ്. ക്ഷേത്രത്തിന് ഏകദേശം 10 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. കായംകുളം രാജാവിൻ്റെ ഉപാസനമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥി ആയിരുന്നു എങ്കിലും കിഴക്കൻ മലകളിൽ ഉദയനൻ എന്ന ശത്രുവിൻ്റെയും തീരദേശങ്ങളിൽ ബാബർ എന്ന കടൽക്കൊള്ളക്കാരൻ്റെയും നിരന്തരമായ ആക്രമണങ്ങൾ കാരണം രാജാവ് വളരെ ദുഃഖിതനായിരുന്നു. ഈ അവസരത്തിൽ രാജാവിന് ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൂടി വേണമെന്ന് ആഗ്രഹിച്ചു. ഇതാണ് ക്ഷേത്രത്തിലെ ആറാട്ടുകുളം. ഈ കുളക്കരയിൽ നിന്നാണ് ബ്രാഹ്മണന് വിഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് ഐതിഹ്യത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൂടി വേണമെന്ന് ആഗ്രഹിച്ച രാജാവിനെ തേജസ്സുള്ളൊരു ബാലൻ്റെ രൂപത്തിലെത്തി ധർമ്മശാസ്താവ് രാജാവിനെ സ്വപ്നത്തിൽ അനുഗ്രഹിച്ചു. രാജാവിൻ്റെ ആഗ്രഹം നിറവേറുമെന്ന് അറിയിച്ചു. അതോടെ രാജാവിന് രോഗശാന്തി ലഭിക്കുകയും മനസ്സിൽ സമാധാനം നിറയുകയും ചെയ്തു. ഈ സ്വപ്ന ദർശനത്തിന് ശേഷം രാജാവിന് അത്ഭുതകരമായ ചില സംഭവങ്ങൾ അനുഭവപ്പെടുകയും സാക്ഷാൽ ശ്രീധർമ്മശാസ്താവാണ് തൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് ക്ഷേത്രം പണിയുവാനായി ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ഇവിടെ കുളത്തിൻ്റെ കരയിൽ നിന്നും ഒരു ബ്രാഹ്മണന് വിഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡല്ല. ഇവനാണ് തിരുവിതാംകൂർ നെഞ്ചിലേറ്റിയ പുല്ലുകുളങ്ങരക്കാരുടെ അഭിമാനവും അഹങ്കാരവും വിസ്മയവും ഒടുവിൽ തീരാ നൊമ്പരവുമായ ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശൻ. ഗണേശൻ്റെ പ്രതിമയാണിത്. ഗണേശനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തുകാർക്ക് 1000 നാവാണ്. തിരുവിതാംകൂറിൽ ഇതുപോലൊരു ആന ഉണ്ടായിട്ടില്ല. വടക്ക് തൃശ്ശൂരും മറ്റും മാത്രം ഉണ്ടായിരുന്ന ആനക്കമ്പം ഇങ്ങ് തെക്കൻ കേരളത്തിൽ ഉടലെടുക്കാനുള്ള മെയിൻ കാരണക്കാരൻ പുല്ലുകുളങ്ങര ഗണേശനാണ്. ഒട്ടനവധി സവിശേഷതകളുണ്ട് പുല്ലുകുളങ്ങര ഗണേശന്. ഒട്ടനവധി വീരസാഹസിക കഥകൾ പറയുവാനുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് പുല്ലുകുളങ്ങര ഗണേശനെ കുറിച്ച്. തെക്കൻ തിരുവിതാംകൂറിലെ ആദ്യ ആന ആരാധക സംഘം പോലും കൊല്ലത്ത് ആരംഭിച്ചത് പുല്ലുകുളങ്ങര ഗണേശന് വേണ്ടിയായിരുന്നു. എല്ലാവർക്കും പ്രിയപുത്രനായിരുന്ന ഗണേശൻ 2009 നവംബർ 3 ഈ ലോകത്തോട് വിട പറഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.